നമസ്കാരം. വേഗം ഇന്ദിരാഭവനിൽ എത്തൂ. ഉമ്മൻചാണ്ടിയെ VM സുധീരൻ കാത്തിരിക്കുന്നു. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. KPCC എക്സിക്യൂട്ടീവിന് മേലെയുള്ള കോൺഗ്രസിലെ നയരൂപീകരണ സമിതിയായ രാഷ്ട്രീയകാര്യ സമിതിക്ക് യോഗം ചേരാൻ പറ്റുന്നില്ല. രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ ഉൾപ്പെടെയുള്ള MPമാർ അംഗങ്ങളായതിനാൽ അവരുടെ സൗകര്യം നോക്കണം. പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞ് രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവരുടെ സൗകര്യം നോക്കണം. എല്ലാവരുടെയും സൗകര്യം ഒത്തുവന്നപ്പോൾ DCC പുനഃസംഘടനയെ ചൊല്ലി നിസ്സഹകരണ പ്രസ്ഥാനത്തിലായ ഉമ്മൻചാണ്ടിയുടെ സൗകര്യം ലഭിക്കാതായി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നവരെ സന്ദർശിക്കുന്ന ഉമ്മൻചാണ്ടിക്ക് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് കൊടുക്കാൻ സമയം ഇല്ല. ഇന്ദിരാഭവനിൽ ഉമ്മൻചാണ്ടിയെ കാത്തിരിക്കുകയാണ് KPCC പ്രസിഡന്റ്. രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാൻ ദയവായി എല്ലാം പുറത്ത് മടങ്ങി വരൂ. എന്നുവരും നീ എൻ്റെ നിലാപ്പന്തലിൽ വെറുതെ എൻ്റെ കിനാപ്പന്തലിൽ വെറുതെ കാണാൻ, വെറുതെ ഇരിക്കാൻ, വെറുതെ വെറുതെ ചിരിക്കാൻ തമ്മിൽ വെറുതെ വെറുതെ മിണ്ടാൻ. സാധാരണ KPCCയുടെ ഏത് യോഗം വിളിക്കുന്നതിന് മുമ്പും ശ്രീ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും മറ്റ് മുതിർന്ന നേതാക്കളുടെയും സൗകര്യം ആരായാറുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് അല്പം അസൗകര്യമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇത് രണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ പറയുന്നു, എന്നെ തുടരുത്, നീ ഇമോഷണൽ ആവരുത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം എന്ന് സൗകര്യപ്പെടുത്തുന്നുവോ അന്ന് അദ്ദേഹത്തിൻ്റെ സൗകര്യത്തെ മാനിച്ചുകൊണ്ട് വിളിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഏതാ അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി കാത്തിരിക്കുക. അത് വെക്കുന്ന ദിവസം ഞാൻ ഉണ്ടെങ്കിൽ അത് കാര്യം നോക്കും. നീയില്ലെങ്കിൽ, നീ വരില്ലെങ്കിൽ എന്തിനൻ കരളിൽ സ്നേഹം വെറുതെ, എന്തിനൻ നെഞ്ചിൽ മോഹം. അദ്ദേഹവുമായി പലപ്പോഴും സംസാരിച്ചപ്പോഴും ഈ കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോഴും അദ്ദേഹം പിന്നെ സൗകര്യം അറിയിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ സൗകര്യമുള്ള തീയതിയിൽ രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചുകൂട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ല, അതിനോട് എനിക്ക് യോജിപ്പില്ല. അതിനോട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കേണ്ട, ഞാനതിന് തയ്യാറല്ല. ഉമ്മൻചാണ്ടി ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ഉടനെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു, രമേശുമായും ബന്ധപ്പെട്ടു. രമേശ് സമ്മതിച്ചു. ഉമ്മൻചാണ്ടിയുടെ അസൗകര്യം വന്നതുകൊണ്ടാണ് അന്ന് പിന്നെ പെട്ടെന്ന് വിളിക്കാൻ സാധിക്കാതെ പോയത്. അദ്ദേഹത്തിൻ്റെ സൗകര്യം കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കുക. അത് KPCC പ്രസിഡന്റ് തീരുമാനിച്ചാൽ മതി. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് നീ ഒന്ന് കേക്ക്. വേണ്ട, ദയവായിട്ട് ഞാൻ പറയാം. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ലെന്നൊരു ചൊല്ലുണ്ട്. നീ കേട്ടിട്ടുണ്ടോ? അതിപ്പോ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. KPCC പ്രസിഡന്റ് തീയതി തീരുമാനിച്ചാലും ഇന്നത്തെ നിലയ്ക്ക് ഉമ്മൻചാണ്ടിക്ക് സൗകര്യപ്പെടുമെന്ന് തോന്നുന്നില്ല. ഒന്ന് ചോദിച്ചോട്ടെ, ഈ അതൃപ്തി കാരണമാണോ സ്വന്തം ജില്ലയിലെ DCC പ്രസിഡന്റ് ചുമതല ഏറ്റെടുത്തപ്പോൾ അവിടെ എത്തി നോക്കാൻ പോലും എത്താത്തത്? ഇവിടെ KPCC പ്രസിഡന്റുമാർ ചാർജ് എടുത്തിട്ടുണ്ട്, DCC പ്രസിഡന്റുമാർ ചാർജ് എടുത്തിട്ടുണ്ട്. എവിടെങ്കിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ടോ? നിങ്ങൾ നോക്ക്. DCC പുനഃസംഘടനാ വിഷയത്തിൽ പരാതിക്കാരനാണോ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി? ഞാൻ ആകെ കൂടി പറഞ്ഞത് തുടർന്നുള്ള കാര്യങ്ങളെല്ലാം സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ആയിരിക്കണം. അത് ഇപ്പം പറയുന്നതല്ല, ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. അത് സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വം എനിക്ക് ഉറപ്പും തന്നിട്ടുണ്ട്. DCC പ്രസിഡന്റുമാരുടെ തീരുമാനം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് എല്ലാം തിരഞ്ഞെടുപ്പെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കേന്ദ്ര നേതൃത്വം നൽകിയ ഉറപ്പ് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ കാര്യത്തിൽ ഞാനൊരു പരാതിക്കാരനല്ല. ഒരു പരാതി ഒരിടത്തും പറഞ്ഞിട്ടില്ല, പറയാൻ പോകുന്നുമില്ല. പരാതി ഇല്ലെന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്.
കോട്ടയം DCC പ്രസിഡന്റും ഉമ്മൻചാണ്ടിയും എന്ന് പറഞ്ഞാൽ ഏതു കാലത്തും ഇരുമെയ്യും ഒറ്റ കരളും പോലെയായിരുന്നു. ഉമ്മൻചാണ്ടി ജില്ലയിൽ കാൽ കുത്തിയാൽ DCC പ്രസിഡന്റ് മുട്ടി ഉരുമ്മി കൂടെ ഉണ്ടാകും. പുതുപ്പള്ളി മണ്ഡലത്തിലെ വോട്ടറായിട്ടും സ്വന്തം നോമിനിയല്ലാത്ത പുതിയ DCC പ്രസിഡന്റിൻ്റെ നേർക്ക് ജില്ലയിലെത്തിയ ഉമ്മൻചാണ്ടി ഒന്ന് കടാക്ഷിക്കുക പോലും ചെയ്തില്ല. DCC പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് മാറിയിരുന്ന് നെടുവീർപ്പിട്ടു. കേരളത്തിന്റെ പ്രിയങ്കരനായ നേതാവ് ശമ്പളവും പെൻഷനും നൽകാൻ എല്ലാ മാസവും മുടങ്ങാതെ കടം വാങ്ങി മുടിയുന്ന KSRTCയെ രക്ഷിക്കാൻ ദേവേന്ദ്രൻ്റെ പിതാവ് മുത്തുപ്പട്ടർ വിചാരിച്ചാലും കഴിയുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള കടുത്ത നടപടികൾ വേണ്ടിവരും. നഷ്ടത്തിലായ സ്ഥാപനം കടമെടുത്തു നൽകുന്ന ശമ്പളം ലഭിക്കാൻ ഒരു ദിവസം വൈകിയാൽ സമരം നടത്തുന്ന ട്രേഡ് യൂണിയനിസ്റ്റുകൾ ഇപ്പോൾ ഷെഡിൽ കയറി. പകരം പാട്ടപ്പിരിവെടുത്ത് KSRTCക്ക് ബസ് വാങ്ങി നൽകുകയാണ്. അത്രയും നന്ന്. കിട്ടാവുന്നിടത്തെല്ലാം നിന്ന് കടമെടുത്ത് ശമ്പളവും പെൻഷനും നൽകി എത്ര കാലം മുന്നോട്ട് പോകാം എന്നാണ് വകുപ്പ് മന്ത്രിയുടെ തന്നെ ചോദ്യം. റാങ്കും ഫസ്റ്റ് ക്ലാസ് ഒന്നും ഇല്ലെങ്കിലും അവരൊരു സർട്ടിഫിക്കറ്റ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോ അവിടുന്ന് ചോദിക്കും ആ കടലാസ് ഇപ്പൊ ആർക്കാ ഇല്ലാത്തതെന്ന്. പക്ഷേ 6ാം ക്ലാസ് തോറ്റൊരു പിതാവിന്റെ അത്യാഗ്രഹം കൂട്ടിക്കോളൂ. എന്റെ മോനൊരു ഉദ്യോഗം വേണം. BA-BEdകാരനായതുകൊണ്ട് അധ്യാപക വൃത്തി തന്നെ വേണമെന്ന് കടുംപിടുത്തൊന്നും ഇല്ല കേട്ടോ. സർക്കാർ ജോലി വേണമെന്നില്ല. KSRTCയിലാവരുന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. പറക്കും തളിക ഇത് മനുഷ്യരെ കറക്കും തളിക. ശമ്പളം നമ്മൾ 75% കൊടുത്തിട്ടുള്ളത്. ബാക്കി 25% KTDFCയിൽ നിന്നും വായ്പയായി സ്വീകരിച്ച് 2 ദിവസത്തിനകം കൊടുക്കാൻ കഴിയും എന്ന ഒരു നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നിങ്ങളെ 3-ാം തീയതി ശമ്പളമായപ്പോൾ സഖാക്കന്മാർ എന്തായിരുന്നു ബഹളം, എന്തൊരു സമരമായിരുന്നു. 1-ാം തീയതി 3-ാം തീയതി ആയപ്പോ 16-ാം തീയതി ആയിട്ടും ഇവിടെ എങ്ങും വിപ്ലവ നേതാക്കളായ സഖാക്കന്മാരുടെ സമരം ഞാൻ കാണുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? വടികഠാര വെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനീ. കടുകഠോര കുടു സകടമാണു ശനി ശരണമാരു ശിവനേ. ഗതികെട്ടൊരു വട്ടനു വീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഇതാ ഈ നുസുകാരനൊരു ബസ് വാങ്ങിയതൊരസൽ സംഭവമായി. പറക്കും തളിക ഇത് മനുഷ്യരെ കറക്കും തളിക. പണമാണോ പ്രശ്നം? അതെ, അത് തന്നെയാണ് പ്രശ്നം. എങ്കിൽ ഈ ആൾക്കൂട്ടത്തിന് മുമ്പിലെ താൻ കൂടെ കയറി നിന്നു. വീട് കത്തിക്കാൻ നിൽക്കുന്നവരവരില്ല. എന്നിട്ട് എല്ലാരും കൂടെ ചേർന്ന് ഞങ്ങളെ കൂടെ ചുട്ടെനിക്ക്. അതോടെ നിങ്ങളുടെ കടബാധ്യത തീരുമെങ്കിൽ ഒന്നടങ്കം തീരട്ടെ. ഉള്ള കാര്യം പറയാമല്ലോ, എന്റെ നീ ഒരു 10 പൈസ കൂടെ എടുക്കാനില്ല. ആത്മഹത്യ ചെയ്യാനുള്ള തന്റെ ഇടവും ഞങ്ങൾക്കില്ല. കത്തിച്ചു. വടികഠാര വെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനീ. കട്ടുകട്ടോര കുടു ചക്കട്ടമാണു ശനി ശരണമാരു ശിവനേ. തൊഴിലാളികളുടെ പങ്കാളിത്തത്തോടെ ഇന്ന് പ്രതിസന്ധിയിലായ KSRTCയെ സഹായിക്കാൻ സമാഹരിച്ച തുക ഉപയോഗിച്ച് ഒരു ബസ് വാങ്ങി KSRTCക്ക് നൽകുന്നു. പാട്ടപ്പിരിവിന് പോയിരിക്കുകയാണ് ബസ് വാങ്ങാൻ. ഇതാണോ തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന CITUവിനെ പോലുള്ള സംഘടനകൾ ചെയ്യേണ്ടത്? പട്ടിണി മാറ്റാൻ നെട്ടോട്ടം, ഈ പട്ടണ നടുവിൽ പടയോട്ടം.
പട്ടിണി മാറ്റാൻ നെട്ടോട്ടം, ഈ പട്ടണ നടുവിൽ പടയോട്ടം. പാപികളായി പല പാരപരാക്രമ വീര്യമോടെ വരവായി പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക. കടം വാങ്ങി KSRTC രക്ഷിക്കാമെന്ന തീരുമാനം, യുക്തി ഏത് സാമ്പത്തിക യുക്തിയാ, ഏത് കാര്യക്ഷമതയാ? എളുപ്പവിദ്യ. കൈയടി കിട്ടാൻ വേണ്ടി മാത്രം എടുത്ത് അന്നത് കാര്യക്ഷമമാക്കി ക്രമീകരിച്ചിരുന്നെങ്കിൽ ഈ കൺസോർഷ്യത്തിൽ നിന്ന് കടമെടുക്കേണ്ട കാര്യമുണ്ടാകുമായിരുന്നു. കടുകട്ടോര കുടു ശകടമാണു ശനി ശരണമാരു ശിവനെ, ഗതികെട്ടൊരു വട്ടനു വീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഇതാ ഈ നൊസ്സുകാരനൊരു ബസ് വാങ്ങിയതൊരസൽ സംഭവമായി. പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക. ഓരോ രംഗത്തും ഇപ്പൊ ശരിയാക്കിക്കൊണ്ടിരിക്കുക. എല്ലാം ശരിയാക്കാൻ നിങ്ങളിവിടെ എഴുതിയിട്ടുള്ളത് ശരിയാ. എല്ലാം KSRTCയിൽ എല്ലാം ശരിയായി തുടങ്ങി. ഇനി ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം എത്രയാണെന്ന് അന്വേഷിക്കാൻ ഇവർ കാത്തിരുന്നാൽ മതി. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? KSRTCയെ കാത്തോളാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. മിന്നൽ പണിമുടക്ക് നടത്തി ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ജീവനക്കാർക്കുണ്ട്. ധൂർത്തിൻ്റെയും കെടുകാര്യസ്ഥതയുടെയും പര്യായമായ മാനേജ്മെൻറ്റിനുണ്ട്. KSRTCയുടെ ഭാവി നോക്കാതെ തീരുമാനമെടുക്കുന്ന സർക്കാരുകൾക്കുമുണ്ട്. വക്രദൃഷ്ടിയിൽ ഇടവേള. ഇനി KC അബു വിടവാങ്ങുമ്പോൾ. പിന്നെ ഇവിടെയുള്ള DCC പ്രസിഡന്റുമാരായവരൊക്കെ APC പ്രസിഡന്റിനെ ഓർമ്മിക്കുക. കൊടിവെച്ച കാർ പോയി, ശങ്കരനൊക്കെ കൊടിവെച്ച കാറിൽ പോയി, സുജനപാല കൊടിവെച്ച കാറിൽ പോയി, ഈരാൻകുട്ടി കൊടിവെച്ച കാറിൽ നിന്നും ലൈറ്റിട്ട കാറിൽ പോയി.